നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് ആത്മവിശ്വാസം പകരുന്ന നടപടിയാണ് കേരളത്തിൻ്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്കിൽ നിന്നും ഇന്ന് കേട്ടത്. കേരള ബാങ്കിൻ്റെ ചൂരൽമല ശാഖയിലെ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളും. മരിച്ചവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. പൊതുമേഖലാ ബാങ്കുകളും കേരള ബാങ്കിൻ്റെ വഴിയെ ദുരന്ത ബാധിതർക്ക് ഒപ്പം നിൽക്കണം. മറ്റൊരു പ്രധാന കാര്യം, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട 878 പേർക്ക് 1162 രേഖകൾ കൈമാറാനായി. ഈ മാസം പുനരധിവാസം പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വാടക വീട് സ്വയം കണ്ടെത്തുന്നവർക്ക് സർക്കാർ വാടക നൽകും. ബന്ധുവീട്ടിൽ നിൽക്കുന്നവർക്കും വാടകയ്ക്ക് തുല്യമായ തുക നൽകും. തകർന്ന 2 സ്കൂളുകളിലെയും കുട്ടികളെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ എത്തിച്ച് പഠന സൗകര്യമൊരുക്കും. അങ്ങനെ എത്താൻ മാനസിക ബുദ്ധിമുട്ട് തോന്നുന്ന കുട്ടികൾക്ക്, അത് ഒരു കുട്ടിയാണെങ്കിലും, വീട്ടിൽ പോയി പഠിപ്പിക്കും. ദുരന്തബാധിതർക്ക് ഇങ്ങനെ ആശ്വാസ നടപടികൾ ഓരോന്നായി ചെയ്തു വരികയാണ്. ചൂരൽമലയിൽ നിന്നൊഴുകി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി ചാലിയാറിലേക്ക് ഒഴുകുന്ന പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. ചാലിയാറിൻ്റെ തീരത്ത് 7 സംഘങ്ങൾ അതിദുർഘടമായ ഇരുട്ടുകുത്തി കൊട്ടുപാറക്കടവ് പ്രദേശത്താണ് ദൗത്യവുമായി ഇന്നെത്തിയത്. നാളെയും അവിടെ തെരച്ചിൽ തുടരും. ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ വിദഗ്ധ സംഘം വയനാട്ടിലെത്തിയിട്ടുണ്ട്. പരിശോധന ഉടൻ ആരംഭിക്കും. ഇങ്ങനെ ദുരന്ത മേഖലയിലെ ഒരു നാടിൻ്റെ സമഗ്രമായ ഇടപെടൽ തുടരുകയാണ്. നാളെയാകുമ്പോൾ 2 ആഴ്ച പിന്നിടും വയനാടിനെ, മുണ്ടക്കയെയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയെയും അട്ടമലയെയും ഒക്കെ തകർത്തെറിഞ്ഞ ഈ ദുരന്തം 2 ആഴ്ചയിലേക്ക് എത്തുകയാണ് നാളെയാകുമ്പോൾ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നായി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേരളം. കേന്ദ്രത്തിൻ്റെ വലിയ സഹായം നമ്മൾ പ്രതീക്ഷിച്ചും കാത്തിരിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഉറപ്പിൽ, ആ വാക്കുകളിൽ. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു അന്തരീക്ഷം കൂടുതലായി പരിശോധിക്കേണ്ട സാഹചര്യമാണ്. അതിലേക്കാണ് ന്യൂസ് ആൻഡ് വ്യൂസ് കടക്കുന്നത്. ഇന്ന് പങ്കെടുക്കുന്നത് റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ, മുൻ MLA ശ്രീ കെ ശശീന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജയചന്ദ്രൻ, ഒപ്പം സഹകരണ മന്ത്രി ശ്രീ VN വാസവൻ കൂടി നമ്മൾക്കൊപ്പം ന്യൂസ് ആൻഡ് വ്യൂസിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഉണ്ട് താനും. അദ്ദേഹത്തിലേക്കാണ് ആദ്യം പോകുന്നത്. കേരളത്തിൻ്റെ സഹകരണ മന്ത്രി ശ്രീ VN വാസവൻ. മന്ത്രി രാജനിലേക്ക് ഞാൻ വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ആശ്വാസ വാർത്തകളിൽ ഒന്ന്, ദുരന്തബാധിതരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ കേട്ടത് കേരള ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നാണ്. അതൊരു വലിയ മാതൃകാപരമായ ഒരു നടപടിയാണ്. പലപ്പോഴും കേരള ബാങ്ക് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നുള്ളതാണ്. ശരിക്കും സ്വന്തം ബാങ്കാണ് കേരള ബാങ്ക്, നമ്മുടേതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇത് കൈവരുന്നത്. കേരളത്തിൻ്റെ ഈ കേരള ബാങ്കിൻ്റെ ഈ നടപടി പൊതുമേഖലാ ബാങ്കുകൾ, അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ പലപ്പോഴും ഈ ദുരന്തത്തിനിടയിലും ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കുന്നതിനെക്കുറിച്ച്, പലിശ അടയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും അത്തരം ചില വിവരങ്ങൾ വന്നു. അത് അനുവദിക്കില്ല എന്ന് മന്ത്രി തല ഉപസമിതി അംഗങ്ങൾ പറയുകയും ചെയ്തു. കേരള ബാങ്ക് എങ്ങനെയാണ് അതിൻ്റെ നടപടി ഒരു നാടിന് ഏറ്റവും വലിയ മാതൃകാപരമായി മാറുന്നത്, മറ്റുള്ളവർക്ക് മാതൃകയാവുന്നത്? ശ്രീ VN വാസവൻ. ഈ ദുരന്തമുഖത്ത് ആദ്യമായി CMDRF-ലേക്ക് 50 ലക്ഷം രൂപ കൊടുത്തത് സഹകരണ മേഖലയാണ്. അത് കേരള ബാങ്കായിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളായിരുന്നാലും ശരി, കോവിഡ് എന്ന മഹാമാരി ആയിരുന്നാലും ശരി, ഒക്കി ദുരന്തമായിരുന്നാലും ശരി, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും സമയബന്ധിതമായി ഇടപെട്ട മേഖല സഹകരണ രംഗമായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ പലിശരഹിത വായ്പ കൊടുത്ത് മൊബൈൽ ഫോണും ടാബും ഒക്കെ വാങ്ങാൻ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും സഹായിച്ചത് സഹകരണ മേഖലയായിരുന്നു. അതേ മാതൃക തന്നെ ഇവിടെ പിന്തുടർന്നു. മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലും ചൂരമലയിലും അട്ടമലയിലുമെല്ലാം ദാരുണമായ സംഭവം, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിൽ വലിയ കെടുതി അനുഭവിച്ച ഒരു ജനതയുടെ നാട്ടിൽ ചൂരമല ബ്രാഞ്ചുണ്ട് കേരള ബാങ്കിന്. ആ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള നിരവധി കൃഷിക്കാരും അതുപോലെ മറ്റുള്ളവരുമുണ്ട്. അത് സുപ്രധാനമായ ഒരു തീരുമാനം കേരള ബാങ്കിന്റെ ബോർഡ് എടുക്കാൻ നിർദ്ദേശിച്ചു. അവർ ആ തീരുമാനം എടുത്തിരിക്കുന്നു. ആ പ്രദേശത്തുനിന്ന് വായ്പ എടുത്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും വായ്പകൾ എഴുതിത്തള്ളാൻ, അതിൽ ജീവിച്ചിരിക്കുന്നവരുടെയും മൺമറഞ്ഞവരുടെയും എല്ലാം കൃത്യമായി പരിശോധിച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുന്നു. അത് ഈ കാലഘട്ടത്തിൽ ആ മേഖലയിലെ, അതുപോലെ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കേരള ബാങ്കിന്റെ സഹകരണ മേഖലയുടെ
ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഇടപെടലാണ്. ആ ഇടപെടൽ ഈ കാലഘട്ടത്തിൽ സമയോചിതമായി നിർവഹിച്ചിരിക്കുന്നു എന്നാണ് അറിയിക്കാനുള്ളത്. ഇതിനകത്ത് ഈ പറയുന്ന ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് ആ നിലയിൽ തന്നെ അവർക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന നടപടികൾ തന്നെയാണോ? അതായത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വായ്പകൾ എഴുതിത്തള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ മരിച്ചവരുടെ വായ്പകളുണ്ട്, അവരുടെ അനന്തരാവകാശികൾക്ക് അതൊരു ബാധ്യതയായി മാറുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈട് നൽകിയ വീടും വസ്തുവകകളും വലിയ തോതിൽ അവിടെ കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, ഭൂമി ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയും ഒക്കെ, അതായത് നമ്മുടെ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന മനുഷ്യരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും എന്നാണ് വളരെ വളരെ സ്പഷ്ടമായി ബാങ്ക് പറഞ്ഞിട്ടുള്ളത്. മിനിസ്റ്റർ, ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ ബാങ്കുകളും ഒക്കെ സ്വീകരിക്കേണ്ട ഒരു മാതൃകയല്ലേ? നിശ്ചയമായും നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ, അതിൽ നാഷണലൈസ്ഡ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും ഒക്കെ തന്നെ മുന്നോട്ട് വന്ന് ഈ മാതൃക പിന്തുടരേണ്ടതാണ്. കേരളത്തിൽ എല്ലായ്പ്പോഴും അതാണ് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത്. എപ്പോഴൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം സഹകരണ ബാങ്കുകൾ ഈ രംഗത്ത് ആശ്വാസങ്ങളും ഒപ്പം സേവനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വെള്ളപ്പൊക്ക കാലത്തും കോവിഡിന്റെ കാലത്തും 282 കോടി രൂപയോളം സഹകരണ മേഖല നൽകിയിരുന്നു. ഇപ്പോഴും CMDRF-ലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് സഹകരണ മേഖല. അതിന്റെ ഏറ്റവും അവസാനത്തെ കണക്ക് ഞാൻ നിങ്ങളുടെ അവസാന ഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കാൻ തരാം. വലിയ രൂപത്തിലുള്ള ഫണ്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തുടക്കത്തിൽ തന്നെ കേരള ബാങ്ക് 50 ലക്ഷം രൂപ കൊടുത്ത് CMDRF-ന് ആദ്യ കൈനീട്ടമായി മുന്നോട്ട് വന്നത്. ഇപ്പോൾ അതിനു പുറമെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഡോക്യുമെന്റുകളെല്ലാം തിരിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ മറ്റ് ജീവിച്ചിരിക്കുന്നവരിൽ മൺമറഞ്ഞവരുടെ ബാധ്യതകൾ ഏതെങ്കിലും ഈടാക്കാനുള്ള ശ്രമം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചൂരമല പ്രദേശത്തെ ചൂരമല ബ്രാഞ്ചിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള എല്ലാ കൃഷിക്കാരെയും മറ്റ് ഇതര വിഭാഗം ആളുകളെയും സഹായിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് കേരള ബാങ്ക് എടുത്തിട്ടുള്ളത്. അത് മറ്റ് പൊതുമേഖലാ ബാങ്കുകളും ആ മാതൃക പിന്തുടരേണ്ടതാണ് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. ഏതായാലും അതിന് മാതൃകാപരമായി കേരള ബാങ്ക് മുന്നിൽ നിൽക്കുന്നു എന്നത് തന്നെ കേരളത്തെ സംബന്ധിച്ച് ഏറെ ആവേശകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് മിനിസ്റ്റർ, ഇന്നടക്കം വന്ന അവസാന കണക്കുകൾ കൂടി നോക്കുമ്പോൾ നമ്മുടെ ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ ഘട്ടത്തിൽ 100 കോടിയിലേക്ക് അല്ലെങ്കിൽ 100 കോടി കടക്കുന്ന ഒരവസ്ഥയിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? അതേക്കുറിച്ചുള്ള ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ എന്തെങ്കിലും മിനിസ്റ്റർക്ക് പങ്കുവെക്കാനാകുമോ? ഞാൻ പെട്ടെന്ന് ചോദിക്കുന്നതാണ്, കണക്കുകൾ താങ്കളുടെ മുമ്പിൽ ഉണ്ടാകണം എന്നില്ല, എങ്കിലും ചോദിച്ചു. വളരെ പെട്ടെന്ന് കണക്കുകൾ ഓരോന്നായി എടുക്കാൻ കഴിയില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ എമൗണ്ടുകൾ സഹകരണ ബാങ്കുകളുടേതായിരിക്കും. കോമൺ ഗുഡ് ഫണ്ടിൽ നിന്ന് അതിനാവശ്യമായ CMDRF-ലേക്കുള്ള ഫണ്ട് കൊടുക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും അനുമതി കൊടുത്തുകൊണ്ടുള്ള രജിസ്ട്രാറുടെ ഉത്തരവ് ഇതിനോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് സമീപകാല ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് സഹകരണ മേഖലയിൽ നിന്ന് CMDRF-ലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവസാനം കണക്കുകൾ വിശദീകരിക്കാം. സഹകരണ മേഖല മാത്രമല്ല, പൊതുവായി തന്നെ CMDRF-ന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതിലേക്ക് ആളുകൾ എത്തിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു 3 അക്കത്തിലേക്ക് 100 കോടി കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണോ നമ്മൾ ഈ സംസാരിക്കുന്നത്? നിശ്ചയമായും പൊതുജനങ്ങളിൽ നിന്ന് നല്ല രൂപത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുജനങ്ങളുമായി പല രംഗത്ത് ഇടപെട്ടപ്പോൾ ആരോടും എന്താണ് ഇതിന് ചില വൈകിയ സന്ദേശം വന്നെന്ന് വരെ ചില വീടുകളിൽ ചോദിച്ചു. നേരത്തെ തന്നെ അന്ന് തന്നെ പറയേണ്ടതല്ലേ എന്ന രൂപത്തില് പിറ്റേ ദിവസം തന്നെ. കാരണം ഈ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയപ്പോൾ 10-11 തീയതികളിൽ നമ്മുടെ ആളുകൾ വീടുകളിൽ പോയല്ലോ. ആ സന്ദർഭത്തിൽ വീടുകളിൽ നിന്നുള്ള പ്രതികരണം അത് കൊടുക്കാൻ അവർ വളരെ കാത്തുകെട്ടിയിരിക്കുന്നു എന്ന രൂപത്തിലേക്ക്, അത്തരത്തിലാണ് പൊതുജനങ്ങൾ അതിൽ വളരെ ആവേശപൂർവ്വം നെഞ്ചേറ്റിയ CMDRF വിജയിപ്പിക്കാൻ വേണ്ടി നീക്കിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ഞാൻ ഒരു കാര്യം കൂടി, അതായത് കാര്യം നമ്മൾ സഹകരണ മേഖലയെക്കുറിച്ചും കേരള ബാങ്കിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചെങ്കിലും മുൻപിലേക്കൊരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ കിട്ടുന്നതുകൊണ്ടാണ്. ശ്രീരാജൻ റവന്യൂ മിനിസ്ട്രി ചർച്ചയിലേക്ക് വയനാട്ടിൽ നിന്ന് എത്തുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പം നമ്മൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, ആ നിലയിലൊരു സാമ്പത്തിക പാക്കേജാണ് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ അത്തരം ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രാഥമികമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാളെ വിദഗ്ധ സംഘം അവിടെ
ഉൾപ്പെടെ ഭൗമശാസ്ത്ര വിദഗ്ധൻ്റെ നേതൃത്വത്തിൽ തന്നെ വയനാട്ടിലെത്തി പരിശോധനകളൊക്കെ നടത്തുന്നു. പ്രാഥമിക വിവരങ്ങൾ നമ്മൾ കേന്ദ്രത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ ദൃശ്യങ്ങളടക്കം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷൻ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ നടത്തിയിരുന്നു. ഒരു ദേശീയ ദുരന്തം, അതുപോലെ തന്നെ വ്യക്തമായ പാക്കേജ്, ഇപ്പോൾ തൊഴിൽ നഷ്ടമുണ്ട്, വിദ്യാഭ്യാസം, അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടും വിധമുള്ള ഒരു തീരുമാനത്തിലേക്ക് എപ്പോൾ എങ്ങനെയെന്നൊരു പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത്? കേരളം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നമുക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം കേന്ദ്രത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഉണ്ടായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചറിയിച്ചു. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചിരുന്നു, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെ അറിയിച്ചിരുന്നു. അങ്ങനെ കേന്ദ്രത്തിന്റെ മുമ്പിൽ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചു. അതിനു പുറമെ കേരളം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു. അവസാനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒപ്പം സഞ്ചരിച്ച് ഉണ്ടായ സംഭവങ്ങളും അതിന്റെ ഉള്ളടക്കങ്ങളുമെല്ലാം കൃത്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി വിശദീകരിച്ചു. അത് ബോധ്യപ്പെടുത്തി. പ്രധാനമന്ത്രിക്ക് അത് മനസ്സിലാകുന്ന സ്ഥിതി വന്നു. അതിനു മുമ്പ് തന്നെ ക്യാബിനറ്റ് എടുത്ത സുപ്രധാനമായ തീരുമാനമായിരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. ആ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. കേന്ദ്രത്തിന്റെ മുമ്പിൽ നമുക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് സമ്പത്ത് മാത്രമല്ല, യഥാർത്ഥത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവിടുത്തെ നിലവിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ തൊഴിൽ, പുനരധിവാസത്തിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വൺ ബൈ വണ്ണായി തയ്യാറാക്കി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയ രൂപത്തിലായിരുന്നു ആദ്യത്തെ നിവേദനം കൈമാറി കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളത് വീണ്ടും തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അനുകൂലമായ തീരുമാനമുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. നന്ദി. ശ്രീ വി എൻ വാസവൻ, സംസ്ഥാന സഹകരണ മന്ത്രി, സംസ്ഥാന സഹകരണ ദേവസ്വ തുറമുഖം രജിസ്ട്രേഷൻ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. കേരള ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം ആ ദുരന്ത മേഖലയിലെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട സഹകരണ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള ബാങ്കിൻ്റെ തീരുമാനം, നടപടി മറ്റു ബാങ്കുകളും മാതൃകാപരമായി ഏറ്റെടുക്കണം. വായ്പകൾ, ആ ദുരന്ത മേഖലയിലെ ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ തയ്യാറാകണം പൊതുമേഖലാ ബാങ്കുകളും മറ്റിതര ബാങ്കുകളും എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ വയനാട്ടിൽ നിന്ന്, കൽപ്പറ്റയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ MLA ശ്രീ ശശീന്ദ്രനുണ്ട്, അതുപോലെ ശ്രീ M ജയചന്ദ്രനുണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ ഓരോ ദിവസവും ദുരന്തബാധിതരെ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഓരോരോ നടപടികൾ സ്വീകരിച്ചു വരികയാണല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പുനരധിവാസം. മിനിസ്റ്റർ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്, ഇപ്പോൾ താങ്കൾ വരുന്നതിന് മുമ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് സംസാരിച്ചത്. കേരള ബാങ്ക് ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു, വായ്പകളെല്ലാം എഴുതിത്തള്ളും എന്നുള്ളത്. അത് മറ്റു ബാങ്കുകളും മാതൃകാപരമായി സ്വീകരിക്കണം, ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വയനാട്ടിലിരുന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ മിനിസ്റ്റർ അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിൻ്റെ ഒരു അനുഭവം, അങ്ങനെ ഒരു തീരുമാനം കേരള ബാങ്ക് എടുക്കുമ്പോൾ മറ്റു ബാങ്കുകൾ കൂടി അതിന് ആ വഴി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അനിവാര്യത മന്ത്രിക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? അവിടെ നിന്ന് ഈ തെരച്ചിൽ, നാളത്തെ തെരച്ചിൽ എന്നുള്ളത് ഇന്നത്തെ തെരച്ചിലിൻ്റെ അനുഭവത്തിൽ ഇനിയും നമ്മൾക്ക് കണ്ടെത്താനുള്ള മനുഷ്യരുടെ എണ്ണം ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട നിലയിലുണ്ട്. 100-ൽ പരം ആളുകളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടല്ലോ മിനിസ്റ്റർ. ശരത്ത്, ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയെയും കേരള ബാങ്കിൻ്റെ നേതൃത്വത്തെയും ഞാൻ ഊഷ്മളമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഇങ്ങനെ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന്, ഈ ദുരന്ത ഭൂമിയുടെ എല്ലാ വേദനകളും നേരിട്ട് കണ്ടയാളാണ് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് ഈ മേഖലയിലുള്ള ആളുകളുടെ കടങ്ങൾ എഴുതിത്തള്ളാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടും മലയാളത്തിൻ്റെ മുഴുവൻ ബിഗ് സല്യൂട്ടും അർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ആ ബിഗ് സല്യൂട്ട് ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുകയാണ്. ഈ ദുരന്തഭൂമിയിൽ കണ്ട് ക്യാമ്പുകളിൽ പോയി മടങ്ങുന്ന ഏതൊരാൾക്കും ഈ നടപടി ഏറ്റവും ശ്ലാഘനീയമാകും എന്ന് തോന്നും എന്ന് മാത്രമല്ല, ഗവൺമെൻറ് തന്നെ SLBCയിൽ പ്രത്യേകമായ SLBC യോഗം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളിൽ ഏറ്റവും പോസിറ്റീവായ തീരുമാനമെടുക്കണം എന്ന് ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് SLBCയോട് ആവശ്യപ്പെടുകയും SLBCയുടെ സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയുടെ, ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ പ്രത്യേക യോഗം ചേരാനിരിക്കുകയും ചെയ്യുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 സെക്ഷൻ 13 പ്രകാരം ഈ മേഖലയിലുള്ള ദുരന്തബാധിത മേഖലയിലുള്ള കടക്കാരുടെ കടങ്ങൾ സമ്പൂർണ്ണമായിട്ടും മരവിപ്പിക്കാനും
നിലവിൽ കടങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ കടമെടുക്കാനുള്ള അവരുടെ അവകാശം ചോദ്യം ചെയ്യാത്ത വിധം സെക്ഷൻ 13 പറയുന്ന വിധത്തിലുള്ള അവകാശങ്ങൾ നൽകണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, പ്രധാനമന്ത്രിയുടെ മുമ്പിൽ മുഖ്യമന്ത്രി തന്നെ സമർപ്പിച്ച പൊതുവായ ആവശ്യങ്ങളിൽ ഉൾപ്പെടുത്തുകയും അതുതന്നെ കേന്ദ്ര സംഘത്തോട് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും അടക്കം സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ നടപടി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. തെരച്ചിൽ നാളെയും കൃത്യമായി തുടരുകയാണ്. ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ബോഡിയും 2 ബോഡി പാർട്ടും കണ്ടെത്താനായി. പ്രധാനമായും ഡൗൺ സ്ട്രീം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നാളെയും തെരച്ചിൽ തുടരുക. നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലപ്പുറം മേഖലയിൽ പ്രത്യേകമായ ഒരു ചാർട്ട് തയ്യാറാക്കി 4 ഇടങ്ങളിൽ ഇന്നലെ ചാർട്ട് തയ്യാറാക്കി ഇന്ന് മുതൽ അവരുടെ ഡൗൺ സ്ട്രീമിലെ കർശനമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 4 കേന്ദ്രങ്ങളിൽ ഓരോ കേന്ദ്രത്തിനും പര്യാപ്തമാകുന്ന വിധത്തിൽ NDRF, ഫയർഫോഴ്സ്, SOG, പോലീസ്, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ എത്ര വേണം ആ വിധത്തിൽ പ്രത്യേക ടീമിനെ തയ്യാറാക്കി അവരുടെ നേതൃത്വത്തിൽ 4 ടീമുകൾ ഇന്നു മുതൽ അവിടെ കർശനമായിട്ടുള്ള പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയാണ്. അതോടൊപ്പം വയനാട് ഭാഗത്ത് 3 ടീമും ഡൗൺ സ്ട്രീമിൽ അത് കുറച്ച് ദിവസങ്ങളായി സാധാരണത്തെ പോലെയുള്ള അന്വേഷണം നടക്കുകയാണ്. ചാലിയാർ പുഴയെ കേന്ദ്രീകരിച്ച് ഡൗൺ സ്ട്രീമിൽ നിന്ന് ആരംഭിക്കുന്ന 7 ടീമുകൾ നാളെയും അതിൻ്റെ തെരച്ചിൽ വളരെ കർശനമായിട്ട് തുടരും എന്ന വിധത്തിൽ തന്നെയാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചേർന്ന സേനയുടെയും അതുപോലെ തന്നെ ഹയർ ഒഫീഷ്യൽസിൻ്റെയും ഒക്കെ യോഗത്തിൽ മന്ത്രിതല ഉപസമിതി അംഗങ്ങൾ കൂടി പങ്കെടുത്ത് ഏറ്റവും പ്രധാനമായും തീരുമാനിച്ചത്. മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ ദുർഘടമായ പ്രദേശങ്ങളിലാണ് ഇന്നിപ്പോൾ ഈ തെരച്ചിൽ കാര്യമായി നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ചൂരൽമലയിൽ നിന്നൊഴുകി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി ചാലിയാറിലേക്ക് ഒഴുകുന്ന പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ. അപ്പോൾ അതിൽ തന്നെ ആ പ്രദേശങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇന്ന് പരിശോധിച്ചതിൽ ഇരുട്ടുകുത്തിയുണ്ട്, കൊട്ടുപാറക്കടവുണ്ട് ഇന്നെത്തിയത്. അതുപോലെ തന്നെ വനമേഖലയായ പാണൻകായത്തിൽ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നാളെ തെരച്ചിൽ നടത്തും. അതുപോലെ ഇരുട്ടുകുത്തി മുതൽ നേരത്തെ പറഞ്ഞ കുമ്പളപ്പാറ വരെയും ഒക്കെ നാളെ തെരച്ചിൽ. അതീവ ദുർഘടമായിട്ടുള്ള മേഖലകൾ. ഈ പുഴയിലൊക്കെ വെള്ളം അല്പം കുറഞ്ഞത് തെരച്ചിലിന് സഹായകരമായി മാറിയിട്ടുണ്ടോ? ഈ മേഖലയിൽ നിന്നാണ് ഇന്ന് ഒരു പൂർണ്ണ മൃതദേഹവും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, ശരീരഭാഗം ഇന്ന് ലഭിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി അതൊരു സൂചനയാണോ ആ മേഖലയിൽ കുറേ കൂടി തെരച്ചിൽ നടത്തേണ്ടതുണ്ട്, വെള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ തെരച്ചിൽ കുറേ കൂടി നടക്കും? ഇതാണോ ഇന്നത്തെ ഒരു വിലയിരുത്തൽ മിനിസ്റ്റർ? തീർച്ചയായിട്ടും ഇന്ന് സംഘാംഗങ്ങളോടൊപ്പം വിവിധ സേന നമ്മുടെ ഫോഴ്സ് ഉള്ള ടീമുകളുടെ ലീഡർമാരോടൊപ്പം പിന്നെ നമ്മുടെ ഒഫീഷ്യൽസ് കൂടി ചേർന്നെടുത്ത തീരുമാനം ആ വിധത്തിലുള്ള ഒരു സംവിധാനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അങ്ങനെ ഒരു സംവിധാനം നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ആഴത്തിൽ, പ്രത്യേകിച്ച് വെള്ളം കൂടി കുറഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യർക്ക് നടന്നു പോകാൻ തന്നെ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ഫോറസ്റ്റിൻ്റെ ഫോഴ്സ് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും കടന്നു ചെല്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് മറ്റ് 5 മേഖലകളിൽ പൊതുവെ ഇന്നലെ നടത്തിയ ജനകീയ തെരച്ചിൽ കൂടിയായപ്പോൾ ഏറെക്കുറെ സംവിധാനങ്ങളായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്നല്ല. എങ്കിലും ഡൗൺ സ്ട്രീമിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു തെരച്ചിലാണ് 14 ദിവസം പിന്നിട്ടിട്ടുള്ള ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം എന്ന് കണ്ട സാഹചര്യത്തിലാണ് അവിടെ തന്നെ മലപ്പുറം ജില്ലയിൽ 4ഉം ഇവിടെ 3ഉം 7 ടീമുകളിലായി നേരത്തെ ശരത്ത് പറഞ്ഞ സ്ഥലങ്ങൾ ഞങ്ങൾ പത്രസമ്മേളനത്തിലെല്ലാം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. വളരെ പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പരിസരങ്ങളിൽ ഈ ഇന്ന പ്രദേശം മുതൽ അത്ര വരെ എന്നുള്ള വിധത്തിൽ കൃത്യമായ പരിപാടി തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, നമ്മൾക്കൊപ്പം മുൻ MLA ശ്രീ ശശീന്ദ്രൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന് താങ്കളോടടക്കം ഇപ്പോഴത്തെ നടപടികളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതും നിർദ്ദേശങ്ങളോ എന്താണ് എന്നുകൂടി ഒന്ന് ചുരുക്കത്തിൽ നോക്കി ഞാൻ താങ്കളിലേക്ക് വരും. അതായത് ശ്രീ ശശീന്ദ്രൻ, ആ നാടിൻ്റെ ഒരു പൊതുവായ ആഗ്രഹം കൂടി പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു തെരച്ചിലാണോ ഇപ്പോൾ 2 ആഴ്ചയാണ്, നാളെയാകുമ്പോൾ 2 ആഴ്ചയാവുകയാണ് കഴിയുന്നു. അപ്പോൾ ആ നാടിൻ്റെ ഒരു ആഗ്രഹത്തെ കൂടി കണ്ടുകൊണ്ടുള്ളൊരു തെരച്ചിലെന്ന് പറയാവുന്ന നിലയിലാണോ തെരച്ചിൽ നടന്നു വരുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ 878 പേർക്കാണ് അവരുടെ നഷ്ടപ്പെട്ട 1162 രേഖകൾ കൈമാറാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്, ക്യാമ്പിലും ഒക്കെ. അപ്പോൾ പൊതുവിൽ ഈ ക്യാമ്പിൽ കഴിയുന്നവർ പുനരധിവാസത്തിലൂടെ താൽക്കാലിക പുനരധിവാസം വരുന്നു, അതിനുശേഷം സമ്പൂർണ്ണമായൊരു പുനരധിവാസം പിന്നാലെ വരാൻ പോകുന്നു. ഇക്കാര്യത്തിലൊക്കെ ഇപ്പോൾ നടന്നു വരുന്ന നടപടികളിലൊക്കെ ആളുകൾ തൃപ്തരാണോ, അല്ലെങ്കിൽ അവർക്ക് ആശ്വാസകരമായി തോന്നുന്നുണ്ടോ? താങ്കളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ഒരു അനുഭവം എന്താണ്? മിനിസ്റ്റർ കൂടി നമ്മൾക്കൊപ്പം ഉണ്ടല്ലോ, താങ്കളുടെ നിർദ്ദേശവും അഭിപ്രായം ഉണ്ടെങ്കിൽ വളരെ നല്ലതാവും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചതാണ്. എല്ലാവർക്കും
അതിൽ ഒരുപാട് നൊമ്പരമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ജനതയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന്. തുടക്കം മുതൽ ആ നിലയിലുള്ള നീക്കങ്ങൾക്കാണ് കേരളത്തിലെ സർക്കാർ നേതൃത്വം കൊടുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സംഭവം നടന്ന അന്ന് തന്നെ ഇവിടെ 4ഓളം മന്ത്രിമാരെ അയച്ചു. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഏകദേശം 1-2 പേര് ഒഴിച്ചു ബാക്കി എല്ലാവരും വിവിധ ഘട്ടങ്ങളിലായിട്ട് വയനാട് സന്ദർശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും എല്ലാം നല്ലപോലെ നേതൃത്വം കൊടുത്തു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല, നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ള കാര്യം പുനരധിവാസവും അതുപോലെ തന്നെ ആളുകളെ സഹായിക്കാനും ഭാവി ജീവിതം അവർക്ക് ഉറപ്പുവരുത്താനും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാണ് നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു നൽകുന്നതിന് വേണ്ടി വളരെ വിപുലമായ സംവിധാനമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നിരവധി പേർക്ക് രേഖകൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ക്യാമ്പിലെ ആളുകൾക്ക് തുണികളും മറ്റു കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർക്ക് പാകമായതായിരിക്കില്ല. അതൊക്കെ അവിടെ വെച്ച് ഓൾട്ടറേഷൻ ചെയ്ത് അവിടെ കുടുംബശ്രീ പ്രവർത്തകരും സ്വയം സന്നദ്ധമായിട്ട് തയ്യൽ മെഷീനൊക്കെ ആയിട്ട് വന്ന ആൾക്കാരും ഒക്കെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ വിശദാംശങ്ങൾ എല്ലാ കാര്യങ്ങളും അവിടെ ഉറപ്പാക്കി ചെയ്യുകയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും അവരവരുടെ അഭിപ്രായങ്ങൾ കേട്ട് 2 അഭിപ്രായങ്ങൾ ക്യാമ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു വിഭാഗം എന്താ വെച്ചാൽ ഭക്ഷണം കൊടുക്കുമ്പോൾ വെജിറ്റേറിയൻ മാത്രം മതി, ഞങ്ങളുടെ അടുത്ത ആൾക്കാരൊക്കെ മരിച്ചുപോയി, അതുകൊണ്ട് അഭിപ്രായങ്ങൾ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരുണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ക്യാമ്പിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ടും ഒന്നാം ഘട്ടത്തിലേക്ക് നമ്മുടെ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഗവൺമെൻറ് എന്താ വെച്ചാൽ ഇതിനകത്ത് ഒറ്റ കുടുംബം ഒരു കുടുംബം അയാൾക്ക് ആശ്രയമില്ല, അയാളെ ഗവൺമെൻറ് കൊടുക്കും. അവർ ഒറ്റപ്പെട്ടു പോകാൻ വേണ്ടി. ശ്രീ ശശീന്ദ്രൻ, താങ്കളിലേക്ക് ഞാൻ വരാം. ഇടയിൽ അവസാനം പറഞ്ഞ ചില ഭാഗങ്ങളൊന്ന് കട്ടായിപ്പോയിട്ടുണ്ട്, എന്തോ ചില റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നമാവണം, അതൊന്ന് പരിഹരിക്കാം. താങ്കളിലേക്ക് വരാം. മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഇപ്പോഴത്തെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തന്നെ വന്നു, ഒരു നാടിൻ്റെ കൂടി ആഗ്രഹം, അവരുടെ മനസ്സുകൂടി അറിഞ്ഞ് തെരച്ചിലിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണോ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുനരധിവാസം എന്നത് ഇന്ന് മിനിസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊക്കെ എൻ്റെ ശ്രദ്ധയിലുണ്ട്. അതായത് പുനരധിവാസത്തിൻ്റെ 1-ാം ഘട്ടം എന്നുള്ളത് ആ കഴിയുന്ന മനുഷ്യരുടെ മനസ്സറിഞ്ഞ് അവരുടെ കൂടി അഭിപ്രായം കൂടി എടുത്തുകൊണ്ടാണോ നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? വാടകയ്ക്ക് വീടെടുക്കുന്നത്, അവർ തന്നെ കണ്ടുപിടിച്ചാൽ ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോയാൽ ഒക്കെയും അവരെ സാമ്പത്തികമായി സംരക്ഷിച്ചു കൂടെ നിർത്തുന്ന വിധം ഒരു 1-ാം ഘട്ടമാണല്ലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശരത്തിനറിയാവുന്നതുപോലെ ചില മീറ്റിങ്ങുകളുടെ ഇടയിലാണ് ഞാൻ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വേഗത്തിൽ പറഞ്ഞു വിടാനുള്ള ഒരു ചെറിയ സഹായം ഉണ്ടാകും. കാരണം പുനരധിവാസം തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനത് കൈരളിയെക്കുറിച്ചോ കൈരളിയോടോ അല്ല പറയുന്നത്. പൊതുവായി പറയാനുള്ളത്, പുനരധിവാസം ഇന്നേക്ക് 13 ദിവസം കഴിഞ്ഞ് 14ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. പുനരധിവാസം ആദ്യം മുതൽ സർക്കാരിൻ്റെ താൽക്കാലിക പുനരധിവാസത്തെക്കുറിച്ചിട്ടുള്ള നല്ല ധാരണയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കും ഇത് സംബന്ധിച്ച യോഗം നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ പല ഘട്ടങ്ങളിലായിട്ടാണ് കാണുന്നത്. ആദ്യം ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ, രണ്ടാമത് ജീവനെ തേടുന്നതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ 14 ദിവസമായ ഘട്ടത്തിൽ ഇനിയും എവിടെയെങ്കിലും എന്തെങ്കിലും ബാക്കി കണ്ടെത്താനാകുമോ എന്ന പ്രവർത്തനങ്ങൾ. ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ച കാലമായി സർക്കാർ ക്വാർട്ടേഴ്സുകൾ, അതോടൊപ്പം തന്നെ വാടക വീടുകൾ എന്ന വിധത്തിലേക്ക് നമ്മൾ പോയി അന്വേഷിക്കുകയാണ്. സാധാരണ നിലയിൽ അങ്ങനെ പോകുമ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്ന ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവസാന ക്യാമ്പുകളിലുള്ളത് 587 കുടുംബങ്ങളാണ്. ആ 587 കുടുംബങ്ങളിൽ തന്നെ തൊഴിലാളികളായ ആളുകളെ ഒരു നല്ല വിധത്തിൽ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ മാനേജ്മെൻറ്റും തൊഴിലാളി സംഘടനകളും കൂടി ഞങ്ങൾ മന്ത്രിസഭ തല ഉപസമിതിയുമായി ഒരു യോഗം ചേർന്നിരുന്നു. കുറേയേറെ പേരെ നന്നാക്കിയ ക്വാർട്ടേഴ്സുകളിലേക്ക് ഉറപ്പായും താമസിക്കാൻ പറ്റും എന്ന് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നറിയിച്ചിട്ടുണ്ട്. ചില ആളുകൾ ദുരന്ത ഭൂമിയിൽ
ഈ പറയപ്പെടുന്ന വിധം നഷ്ടമുണ്ടായവരല്ല അവർ. പക്ഷേ മഴയും അനുബന്ധ സംഭവങ്ങളും ഉണ്ടായപ്പോൾ ക്യാമ്പുകളിലേക്ക് ചേക്കേറിയവരാണ്. അവർക്ക് അവരുടെ വീടുകളിൽ താമസിക്കുന്നത് കൊണ്ട് ഈ എഫക്റ്റഡ് ഭൂമിയിൽ നിന്ന് മാറിയ സ്ഥലങ്ങളിലേക്ക് പോകാം. അതുകൂടി കഴിച്ചാൽ പിന്നെ വരുന്ന ആളുകളെ പൂർണ്ണമായിട്ടും ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. അതിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ടോ? ഒരു കുടുംബത്തിൽ 2 പേരുള്ളവർ എത്രയുണ്ട്? 3 പേരുള്ളവർ എത്രയുണ്ട്? 4-4നേക്കാൾ അധികവും കുടുംബാംഗങ്ങൾ ഉള്ളവർ എത്ര പേരുണ്ട്? അതാണ് പിന്നെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഞങ്ങൾ ആ കണക്കെടുക്കുമ്പോൾ ഒരു കാര്യം കണ്ടത്, പിന്നെ ഒറ്റപ്പെട്ടു പോയ ഒരു കുടുംബത്തിൽ സിംഗിൾ പേഴ്സൺ ആയിട്ടുള്ള 5 പുരുഷന്മാരും 10 സ്ത്രീകളും 18 വയസ്സിൽ താഴെയുള്ള 6 കുട്ടികൾ എന്ന് വിളിക്കാവുന്നവരും ഉൾപ്പെടെ 21 പേർ ഒറ്റപ്പെട്ടു പോയവരുടെ ലിസ്റ്റിലാണ്. അവരെ ഒറ്റയ്ക്ക് ഒരു വാടക വീടെടുത്ത് താമസിപ്പിക്കുന്നത് അത്ര ഗുണകരമാകില്ല. അവരുടെ കൂടി അഭിപ്രായങ്ങൾ നേരിട്ട് കേട്ട് ബന്ധുവീടുകളിൽ പോകാവുന്നവരെ അങ്ങനെ, അതല്ല വളരെ കംഫർട്ടായിട്ടുള്ള വീടുകളിലേക്ക് ഒരു പേയിങ് ഗസ്റ്റ് പോലെ അയക്കാവുന്നത് അങ്ങനെ, അതിനൊരു പ്രത്യേക സംവിധാനം വേണ്ടി വരും. പിന്നെ ബാക്കി വരുന്നവരിൽ ബന്ധുവീടുകളിലേക്ക് മാറാവുന്നവർ എത്ര പേരുണ്ട് അതൊന്ന് നോക്കി ബന്ധുവീടുകളിലേക്ക് മാറ്റും. അല്ലാത്ത മുഴുവൻ ആളുകളുടെയും താൽക്കാലിക പുനരധിവാസം സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യും. ഇതിലൊരു കൺഫ്യൂഷൻ ഞാൻ ആദ്യമേ പരിഹരിക്കട്ടെ. ക്യാമ്പിൽ പോകാതെ ബന്ധുവീട്ടിൽ നിന്നതുകൊണ്ട്, ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നത് കൊണ്ട്, ക്യാമ്പിൽ നിന്ന് വീണ്ടും ബന്ധുവീടുകളിലേക്ക് പോകുന്നത് കൊണ്ട്, സർക്കാർ ഇതിൽ താമസിക്കാത്തത് കൊണ്ട്, സർക്കാർ എടുക്കുന്ന വാടക വീട്ടിൽ താമസിക്കാത്തത് കൊണ്ട് സ്ഥിര പുനരധിവാസത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നമുണ്ടാകുമോ എന്നൊരാശങ്കയും വേണ്ട. സ്ഥിരമായ പുനരധിവാസം എഫക്റ്റഡ് പേഴ്സൺസിന് വേണ്ടിയാണ്. അത് അവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി, എത്രമാത്രം അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി, ഇനിയും ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റാതെ പോയവരെത്ര എന്ന് നോക്കി, ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥിരമായ പുനരധിവാസ സംവിധാനം. അതിൽ ബന്ധുവീടുകളിൽ പോയതുകൊണ്ടോ ക്യാമ്പിൽ വരാത്തത് കൊണ്ടോ ഒരാളും ഒഴിവാക്കപ്പെടില്ല. എഫക്റ്റഡായ മുഴുവൻ ആളുകളും സ്ഥിരമായ പുനരധിവാസത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടും. അക്കാര്യം ഞാൻ ആദ്യമേ ഉറപ്പ് നൽകുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമുക്ക് ആവശ്യം താൽക്കാലിക പുനരധിവാസമാണ്. ക്യാമ്പുകളിൽ തന്നെ നിൽക്കാതെ 2 പ്രശ്നങ്ങളുണ്ട് ആ കാര്യത്തിൽ. ഒന്ന് സ്കൂളുകളിലാണ്. സ്കൂളുകൾ വീണ്ടും പഠനത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം. 2, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തവണ, ഞാൻ ഇത്രയും മൈന്യൂട്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങളെ കാണുന്നതിൽ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗം എന്ന നിലയിൽ. അദ്ദേഹം ഇത് കാണുമ്പോൾ ക്യാമ്പുകളെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം, അവിടെ താമസിക്കുന്നവർ ദുരന്തബാധിതരാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ഐഡന്റിറ്റിയെ നമ്മൾ ആക്രമിക്കാൻ പാടില്ല, അവരുടെ സ്വകാര്യതയെ നമ്മൾ ആക്രമിക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, നമ്മളുൾപ്പെടെയുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ ക്യാമ്പിലെ മുറികൾക്കകത്തേക്ക് പോയില്ല. അദ്ദേഹം ഒരു പൊതുകേന്ദ്രത്തിൽ നിന്ന് അവരെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ തന്നെ മുറികളിലേക്ക് പോയി, മാധ്യമങ്ങൾ ഉൾപ്പെടെ പോയി അവരെ വിഷമിപ്പിക്കാവുന്ന വിധത്തിൽ, അവരുടെ സ്വകാര്യതയെ ആക്രമിക്കാവുന്ന വിധത്തിൽ ഒന്നിനും പോകരുത്. അതുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ ആളുകളെയും ആഗസ്റ്റ് മാസത്തിൽ തന്നെ താൽക്കാലികമായ പുനരധിവാസം പൂർണ്ണമായും സാധ്യമാക്കും. അതിന് പല ഘടകങ്ങൾ പരിശോധിക്കേണ്ടി വരും. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനടുത്തുള്ള സ്ഥലങ്ങൾ, മുകളിലത്തെ മുറിയിലാണെങ്കിൽ അവിടെ കയറാൻ പറ്റാത്ത അംഗപരിമിതരും ഏതെങ്കിലും വിധത്തിൽ അപകടം പറ്റിയവരുമായ ആളുകൾ. അപ്പോൾ ആ വിധത്തിൽ കൃത്യമായി ലിസ്റ്റ് തയ്യാറാക്കി എല്ലാവരുമായി കൂടിയാലോചിച്ച്, പഞ്ചായത്ത്, MLA, ജനപ്രതിനിധികൾ എല്ലാവരുമായി കൂടിയാലോചിച്ച് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുന്ന ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് കൃത്യതയോടുകൂടിയുള്ള പുനരധിവാസമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ പലരെയും പേടിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാടക വീടായോ, നിങ്ങൾ ഇനി എത്ര കാലം ഇവിടെ താമസിപ്പിക്കും. അപ്പോൾ പലരും പറയുന്ന മറുപടി, ചില സ്ഥലത്തൊക്കെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ പോയി വാടക ഒത്തില്ല, ഞങ്ങൾ പോയി വാടകയ്ക്കൊരു വീട് കിട്ടിയില്ല, ഞങ്ങൾക്ക് പോയി നോക്കാൻ ആളില്ല. ഒരു പേടിയും വേണ്ട. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ നോക്കാൻ ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സമ്പൂർണ്ണമായ സംവിധാനങ്ങളുണ്ട്. നോക്കാൻ പോകാൻ ആളില്ല, വില പറഞ്ഞ് വാടക പറഞ്ഞ് ഉറപ്പിച്ചില്ല, ഈ പേടിയൊന്നും ഒരാൾക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. കൃത്യതയോടുകൂടി ലിസ്റ്റ് പരിശോധിച്ച് ഏറ്റവും വേഗതയിൽ അവർക്ക് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള താൽക്കാലിക പുനരധിവാസം ഉണ്ടാകും. ഇപ്പം LSTDയും PWDയും ക്വാർട്ടേഴ്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്, വീടുകൾ വാടകയ്ക്ക് ലഭ്യമാകുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഞാൻ പറഞ്ഞോട്ടെ ശരത്തെ, പലരും ഇത്ര വീടുകൾ ഞങ്ങൾക്ക് സൗജന്യമായി ഞങ്ങൾ വാടകയ്ക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നോക്കി ആ സ്ഥലങ്ങളിൽ 5 പേരടങ്ങുന്ന പ്രത്യേക കമ്മിറ്റി, കളക്ടർ നേതൃത്വം നൽകുന്ന തഹസിൽദാരും അതുപോലെ തന്നെ PWD ബിൽഡിങ്സിൻ്റെ LSTDയുടെ
JD ഒക്കെ അംഗങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥ കമ്മിറ്റി അത് നേരിട്ട് പോയി സ്ഥലം കണ്ട് അവിടെ താമസത്തിന് യോഗ്യമാണോ എന്ന് പരിശോധിച്ച് അവിടെ കൊണ്ടുവരേണ്ട വീട്ടുപകരണങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നോക്കി ഇതെല്ലാം ശരിയാക്കി പരമാവധി ആളുകളെ കൊണ്ടുപോകാവുന്ന വിധത്തിലുള്ളൊരു സംവിധാനമാണ് നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഈ ഘട്ടത്തിൽ ആളുകളോട് ഇങ്ങനെ നിരന്തരമായി ചോദ്യം ചോദിച്ച് ഏതെങ്കിലും വിധത്തിൽ ഭീതിജനകമായിട്ടോ ആശങ്കാജനകമായിട്ടോ ഉള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കരുത്. നമുക്കുണ്ടായതുണ്ടായി, അത് ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരാളും അനാഥരാകില്ല. വീട്ടിലാളില്ല, പോകാൻ ആണുങ്ങളില്ല, വിലക്കൊത്തില്ല, വാടക ഉറപ്പിച്ചില്ല. ഈ പ്രശ്നങ്ങളിലെല്ലാം സർക്കാർ ഒരു സ്റ്റാൻഡേർഡായ സംഖ്യ തീരുമാനിക്കും. അത് കൊടുക്കേണ്ട വിധത്തിലുള്ള വീടുകൾ കാണും, ഒരുമിച്ച് കാണേണ്ട സർക്കാർ ക്വാർട്ടേഴ്സുകൾ കാണും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് എല്ലാവരോടും ഉദ്യോഗസ്ഥന്മാരോട് പ്രത്യേകിച്ച് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആസ് ഏർലി ആസ് പോസിബിൾ 1 മണിക്കൂർ മുമ്പെങ്കിൽ 1 മണിക്കൂർ മുമ്പ് അവരെത്തിക്കാവുന്ന വിധത്തിൽ തയ്യാറാക്കണം. അതിന് വളരെ ചിട്ടയായ പ്രവർത്തനം, ഒരു തരത്തിൽ ജനപ്രതിനിധികളൊന്നും വേറിട്ട് ചിന്തിക്കാതെ ഒരു മനസ്സായി നിന്നുകൊണ്ട് അക്കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആശങ്ക വേണ്ട എന്ന കാര്യം കൈരളിയിലൂടെ ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഉപസമിതിക്ക് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നൊരു മിഷനാണ്. ആ മിഷന്റെ പ്രത്യേകത സ്വാഭാവികമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചീഫ് സെക്രട്ടറി ഓരോ ചെറിയ കാര്യങ്ങളിലും പ്രത്യേകമായ അന്വേഷണവും ഉദ്യോഗസ്ഥന്മാരുടെ യോഗവും നടത്തുന്നുണ്ട്. ആ വിധത്തിൽ വളരെ പ്രിപ്പയർ ആയിട്ടുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മനസ്സായി നിൽക്കുന്ന ഒരു പുനരധിവാസ പ്രവർത്തനമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഏറെ താമസിയാതെ അത് പൂർത്തിയാക്കുകയും ചെയ്യും. വലിയ ആത്മവിശ്വാസം പകരുന്ന വാക്കുകളാണ്. പല പ്രചാരണം നടക്കുന്നതിനിടെ ഞാൻ ഒട്ടും സമയമെടുക്കുന്നില്ല. താങ്കളുടെ തിരക്ക് എനിക്ക് മനസ്സിലാവുന്നു. ശ്രീ CK ശശീന്ദ്രന് താങ്കളോട് എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട്. വേഗത്തിൽ ചോദിച്ചോളൂ ശ്രീ ശശീന്ദ്രൻ മിനിസ്റ്ററോട്. ഉറപ്പായും. പിന്നെ പ്രിയപ്പെട്ട മന്ത്രിക്ക് വളരെ അത്യാവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പഴുതടിച്ച ഒരു പിന്നെ പ്രവർത്തനങ്ങൾക്കാണ് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നതെന്ന് മന്ത്രിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. 2 കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒന്ന്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കുട്ടികൾക്ക് 6ഓളം കുട്ടികൾക്ക് ആരുമില്ലാത്ത അവസ്ഥയുണ്ടായി. അവരുടെ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും? രണ്ടാമത്തെ കാര്യം, വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിലേക്ക് മാറ്റുകയാണ്. പല സ്ഥലങ്ങളിലായിരിക്കും ഈ കുട്ടികൾ താമസിക്കുക. അവരുടെ യാത്രാ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഒരു നില ഉണ്ടായിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം. വീടുകൾക്ക് രേഖകളില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. അതായത് ഉദാഹരണമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, പാടി വേറെ ആളുടെ പേരിലാണ്, തോട്ടത്തിൽ തൊഴിലാളിയാണ്, അയാളുടെ സുഹൃത്തോ മറ്റൊരാൾ കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അത്തരം പേരെ നമ്മളെങ്ങനെ പരിഗണിക്കാൻ വേണ്ടി കഴിയും? ഇത്തരം കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് വളരെ സമയബന്ധിതമായി നമുക്കത് മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. മിനിസ്റ്റർ, തീർച്ചയായിട്ടും ശശിയേട്ടൻ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ മുൻ MLA ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളാണെങ്കിലും ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് തരാനുള്ള എല്ലാ ഉപദേശങ്ങളും ഇവിടെ താമസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെന്ന നിലയിൽ ശശിയേട്ടൻ ഉൾപ്പെടെ എല്ലാവരും നമുക്ക് തരാവുന്ന എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പ്രദേശവാസികളായിട്ടുള്ള ഇവരോട് തന്നെയാണ് അക്കാര്യങ്ങളിൽ. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ MLA പറഞ്ഞ 3 കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ ഈ ദുരന്തമുണ്ടായി ഇവിടേക്ക് പിറ്റേ ദിവസം രാവിലെ എത്തി നടത്തിയ ആദ്യ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കുട്ടികളുടെ പഠനം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. പഠനം നഷ്ടപ്പെടുത്തും. അന്ന് പിന്നീടാണ് ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി മിനിസ്റ്റർ വന്ന് ഈ കാര്യങ്ങളിൽ പോകേണ്ടവരുടെ സ്കൂള് നേരത്തെ ശശിയേട്ടൻ പറഞ്ഞ പോലെ തീരുമാനിച്ചു. പക്ഷെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഇനി സ്കൂളുകളിൽ പഠിക്കാനാകില്ല, അവർ വീടുകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ അവിടെ പോയി പഠിപ്പിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടാക്കണമോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പം അത്രയും മൈന്യൂട്ടായി ഒരു കുട്ടിയും ഈ മാസം തന്നെ പഠനത്തിന് വിധേയമാകാതിരിക്കില്ല എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന ഞങ്ങൾ നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിരിക്കും ശശിയേട്ടൻ പറഞ്ഞതുപോലെ ഇനി താമസിക്കേണ്ടി വരിക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് വന്നു പഠിക്കാനും തിരിച്ചു പോകാനും, ട്രാൻസ്പോർട്ട് പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ സൗജന്യ പാസ് കൊടുക്കാനുള്ള കാര്യം നമ്മൾ ആലോചിക്കും. ഇനി അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗജന്യം ഉറപ്പുവരുത്തും. ഇനി അതുമല്ല,
കൊണ്ടുവരേണ്ട കേസാണെങ്കിൽ അത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിലൊരു കൂടിയാലോചന നടത്തുന്ന കാര്യവും പരിഗണിക്കും. ഇവിടെ തൊഴിലാളികളുടെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അതത് തൊഴിൽ മേഖലയിലെ മാനേജ്മെന്റ് തന്നെ അവർക്ക് കൊടുക്കാവുന്ന സൗകര്യങ്ങൾ കൊടുക്കാം എന്നറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയല്ലാത്ത പക്ഷം ആ കാര്യങ്ങൾ പ്രത്യേക കേസായി പരിഗണിക്കുന്ന കാര്യത്തിലും ഒരു മടിയും ഞങ്ങൾക്കുണ്ടാകില്ല. ആ വിധത്തിൽ ബഹുമാനപ്പെട്ട മുൻ MLA പറഞ്ഞ 3 കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. ഇനിയും അദ്ദേഹം ഈ ഘട്ടത്തിൽ, ഞങ്ങളെല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളും ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നവരുമാണ് എന്നുള്ളതുകൊണ്ട് ജ്യേഷ്ഠാനുജ ബന്ധം പോലെ വിളിച്ച് പറയാനും നിർദ്ദേശിക്കാനും തെറ്റിയാൽ ശകാരിക്കാനും ഒക്കെയുള്ള ബന്ധമുള്ളത് കൊണ്ട് അതെല്ലാം അദ്ദേഹം അത്തരം കാര്യങ്ങൾ കൃത്യമായി ഞങ്ങളെ അറിയിക്കുന്നുണ്ട്, ഇനി അറിയിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തും അവരുടെ അഭിപ്രായങ്ങൾ തേടിയും തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൊഴിൽ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് തന്നെ ആവശ്യപ്പെട്ട കാര്യം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാനും തൊഴിലെടുത്തവൻ മരിച്ചുപോയ ഘട്ടത്തിൽ അവരുടെ തുടർച്ചാവകാശികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസമില്ലാത്ത വിധത്തിൽ തൊഴിൽ കൊടുക്കാനും നൈപുണ്യ കേന്ദ്രം, അതായത് ഇവർക്കാവശ്യമായിട്ടുള്ള ട്രെയിനിങ് നടത്തി ഏത് തൊഴിലാണോ അവർക്ക് പറ്റുന്നത് ആ വിധത്തിൽ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നതുൾപ്പെടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നെ തയ്യാറാക്കി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിഴവ് വരാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾക്കാണ് നമ്മൾ നോക്കുന്നത്. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ഒരുമിച്ചാണല്ലോ ആ കാര്യങ്ങൾ ആ വിധത്തിൽ നിർവഹിക്കുകയും ചെയ്യാം. ശ്രീ M. ജയചന്ദ്രൻ, മിനിസ്റ്ററോട് ഒരു ചോദ്യം ഉണ്ടെങ്കിലാകാം അദ്ദേഹം പോകുന്നത്. ഞാനൊരു ചോദ്യം ഇനി ചോദിക്കാം, കാരണം അദ്ദേഹത്തിന് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ശ്രീ ജയചന്ദ്രൻ, ചോദ്യം. എനിക്ക് മിനിസ്റ്ററോട് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനേ ഉള്ളൂ ശരത്ത്. എന്താണെന്നറിയാമോ, ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ആക്കുളത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കേന്ദ്ര ഗവൺമെൻറ്റിന് 10 വർഷം മുമ്പ് അന്നത്തെ UDF ഗവൺമെൻറ്റാണ് 2014 കൈമാറുന്നത്. ഒരാവശ്യം ഉണ്ടായ നടപടിയായിരുന്നില്ല അത്. ഇപ്പോൾ അതിനുശേഷം അത് NSS എന്നായി, നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നായി. അപ്പോൾ നമുക്കത് 15 ഏക്കറിലാണ് ആക്കുളത്ത് ആ സ്ഥാപനം ഉള്ളത്. അത് തിരിച്ച് പിടിക്കുക, കേരളത്തിന് തിരിച്ച് സൗജന്യമായിട്ട് കൊടുത്തതാണ് മിനിസ്റ്റർ അക്കാര്യം, അത് താങ്കൾക്കും അറിയുമല്ലോ. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ പശ്ചാത്തലത്തിൽ പ്രളയമുണ്ട്, മറ്റ് പല ദുരന്തങ്ങളുമുണ്ട്, പുത്തുമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇപ്പോഴത്തെ വയനാട് ദുരന്തവുമുണ്ട്. ഇനിയും പല പഠനങ്ങളും വേണ്ടതുമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം നമുക്ക് സംസ്ഥാനത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുമോ എന്ന ഒരു അഭിപ്രായം അങ്ങയോട് ഞാൻ ഇവിടെ പങ്കുവെക്കുകയായിരുന്നു പ്രധാനമായിട്ടും. മിനിസ്റ്റർ, തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത്, ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയോട് തന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്ന് ദേശീയ തലത്തിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളെ, കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങളെ ശാക്തീകരിക്കാനും ഇവിടെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള പഠന കേന്ദ്രങ്ങൾക്ക് അതിൻ്റെ സഹായം കൂടുതൽ ലഭ്യമാക്കി അതിനെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു പൊതു സ്ട്രാറ്റജി, ഒരു പുതു പ്ലാൻ നമുക്കുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആ കൂട്ടത്തിൽ ഒക്കെ പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇവിടെയാണ് നമ്മളെല്ലാവരും എന്നുള്ളത് കൊണ്ട് ഇതിനാണ് പ്രാമുഖ്യം നൽകിയത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ദീർഘകാലത്തേക്ക് വേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതിൽ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് നോക്കാം. അതിൻ്റെ മറ്റു വിശദാംശങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ഈ ടീമിൽ ഇന്ന് ഇവിടെ വന്ന് അസംബിൾ ചെയ്ത് ഭൗമ്യ പഠനം നടത്താമെന്ന ടീമിൽ തന്നെ NCSSൻ്റെ റിട്ടയർഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ജോൺ മത്തായി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഒന്ന് അങ്ങ് പറഞ്ഞ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാവുന്നതാണ്. മിനിസ്റ്റർ, 2 ആഴ്ചയായി. ഇന്ന് ശ്രദ്ധയിൽ വന്ന ഏതെങ്കിലും ഒരു പുതിയ പ്രശ്നമുണ്ടോ, പുതിയ തീരുമാനങ്ങൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ അവസാനമായി? അല്ല, ഞാൻ പറഞ്ഞത് ഓരോ നേരത്തും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ DNA ടെസ്റ്റ് അത് വേഗതയിലാക്കുകയാണ്. അത് സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യക്ഷമതയ്ക്ക് കുറവുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി വേഗതയിൽ കിട്ടാനുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രോസസ്സുകൾ ലഭ്യമാകും. രക്തസാമ്പിളുകൾ ഇനി പലതവണ വിളിച്ചിട്ടും കിട്ടാത്ത ചില അപൂർവമായിട്ട് 5-10 ആളുകളുണ്ട്. അവരെ കൂടി നാളെ വൈകുന്നേരത്തിനുള്ളിൽ പൂർണ്ണമായിട്ടുള്ള രക്തസാമ്പിളുകൾ കിട്ടാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ കൂടി ആലോചിച്ചിട്ടുണ്ട്. ഓരോ മിനിറ്റിലും ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അനുസമയം
പരിഹരിക്കാവുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. ഇപ്പോൾ നേരത്തെ ശരത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടും ശശിയേട്ടൻ പറഞ്ഞതുകൊണ്ടും ഞാൻ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം, പലപ്പോഴും ഇത് കിട്ടുമോ, നഷ്ടപ്പെട്ടു പോയ രേഖകൾ ലഭ്യമാകുമോ ഒക്കെ എന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. 878 ബെനിഫിഷ്യറീസിനായി 1162 രേഖകൾ ഈ 14ാമത്തെ ദിവസമാകുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങൾ പ്രത്യേകമായി പരിശോധിച്ച് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു. അത് ഞങ്ങൾ തയ്യാറാക്കി. മറ്റ് ഇപ്പോൾ നാം കേന്ദ്രീകരിക്കുന്നത് പൊതുവായിട്ടുള്ള അന്വേഷണത്തിലേക്കും താൽക്കാലിക പുനരധിവാസത്തിലേക്കുമാണ്. നേരത്തെ ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഈ പ്രയാസഘട്ടത്തിലെല്ലാം ഉള്ളൊരു ചെറുതെങ്കിലും ഒരു സന്തോഷം പറഞ്ഞോട്ടെ. കർണാടക സംസ്ഥാനത്തിലെ കോലാർ ഡിസ്ട്രിക്ട് കളക്ടർ ഇന്ന് നമ്മുടെ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ എത്തിച്ചു കൊടുത്തു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ലഭ്യമായിട്ടുള്ള സംഘം കോലാറിൽ നിന്ന് എന്ന ഒരു സന്തോഷകരമായ കാര്യം കൂടി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ CMDRFലേക്ക് 1 കോടി രൂപ ആ ജില്ലയിൽ നിന്ന് അവർ സമാഹരിച്ചെത്തിച്ചു എന്ന ഒരു സന്തോഷകാര്യം കൂടി കൈരളിയിലൂടെ പറയട്ടെ. കോലാറിലെ ജില്ലാ ഭരണകൂടത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നന്ദിയും പ്രത്യേകമായി പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. വളരെയധികം നന്ദി മിനിസ്റ്റർ ശ്രീ രാജൻ, ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും ഇത്രയും നേരം. ഇതിനിടയിൽ മറ്റ് ഒരുപാട് തിരക്കുകൾ, സ്വാഭാവികമായി ഓരോ ദിവസത്തെ അവലോകനം, നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനം, ഇതിനൊക്കെ ഇടയിൽ ഞങ്ങൾക്കൊപ്പം വന്നിരുന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് അത്രമേൽ ആത്മവിശ്വാസം പകരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശ്രീ CK ശശീന്ദ്രൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ഇപ്പോൾ വാടക വീട് വന്നതോടെ വാടക വീടുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഉണ്ടാകാം. മന്ത്രി തന്നെ അവരിപ്പോൾ ഓരോ സമയവും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം മന്ത്രി കെ രാജനുണ്ട്, മുഹമ്മദ് റിയാസ് ഉണ്ട്, വയനാട്ടിൽ നിന്ന് തന്നെയുള്ള OR കേളു ഉണ്ട്, അതുപോലെ തന്നെ CK ശശീന്ദ്രനുണ്ട്, താങ്കളൊക്കെ AK ശശീന്ദ്രനുണ്ട്, താങ്കളൊക്കെ ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ നിമിഷവും ഓരോ സമയവും നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പലതരത്തിൽ വാർത്തകളിലൂടെയാകാം അല്ലാതെയുമൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ചില പ്രശ്നങ്ങൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? താങ്കളുടെ ശ്രദ്ധയിലേക്ക് അത് വന്നിട്ടുണ്ടോ? അത് പരിഹരിച്ചാണോ ഇപ്പോൾ ഈ മന്ത്രിതല സംഘമാകട്ടെ, ഉദ്യോഗസ്ഥ സംഘമാകട്ടെ, സംസ്ഥാന സർക്കാരാകട്ടെ ഒക്കെ പോകുന്നത്? മന്ത്രി ഇപ്പോൾ അത് കുറേ കൂടി ആത്മവിശ്വാസം പകരുന്ന വിധത്തിൽ പറഞ്ഞു. ഒരാശങ്കയും ഒരു ഭയവും ആർക്കും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് താങ്കളോട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ആശങ്കകൾ ആളുകൾക്കുണ്ട്. ഇന്ന് ഞാനൊരു ക്യാമ്പ് പോയതാണ്. അവിടെ 2 വിഷയങ്ങളാണുള്ളത്. രണ്ടിനും മന്ത്രി ഇവിടെ സൂചന നൽകിയിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ ടേമിലുണ്ടായിരുന്ന ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ സവിത, അവർ ഇതിൽ മരിച്ചുപോയി. അവരുടെ ബോഡി ഇതുവരെ കണ്ടുകിട്ടിയിരുന്നില്ല. പക്ഷേ ഒരു ബോഡി അതാണെന്ന് സംശയം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. അവരുടെ മകൾക്ക്, ആ മകൾ മാത്രമേ ഉള്ളൂ. അവരുടെ അച്ഛനും ഭർത്താവും മരിച്ചു, മൂത്ത കുട്ടിയും മരിച്ചു. മകൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, ഒരൊറ്റ മകൾ മാത്രം. അവർ കോഴിക്കോട് ജോലി ചെയ്യായിരുന്നു, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇതറിഞ്ഞിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ ബോഡി അവരുടെ അമ്മയുടേതാണെന്ന് ഈ മകൾ തിരിച്ചറിഞ്ഞു. അവരുടെ കമ്മൽ കണ്ടിട്ട് ആ കമ്മൽ എൻ്റെ അമ്മയുടേതാണെന്ന് ഉറപ്പ് പറയണം. പക്ഷേ നേരത്തെ DNA ടെസ്റ്റിന് അയച്ചതുകൊണ്ട് പോലീസിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. അതാണ് ഇന്നലെ അതാണ് മന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയായിരുന്നു വേഗത്തിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന്. ആ ഒരു വിഷയത്തിന് പരിഹാരം കൂടിയാണ് മന്ത്രി നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ വിഷയം, ക്യാമ്പിൽ കഴിയാത്തവർക്ക് വീട് കിട്ടുമോ അല്ലെങ്കിൽ താൽക്കാലിക ഷെൽട്ടർ ഒരുക്കുമോ? ഇതെല്ലാം വലിയ സംശയമായിട്ട് തിരിച്ചു പോയവർ വീണ്ടും ക്യാമ്പിലേക്ക് വരികയാണ്. ഇന്ന് രാവിലെ ഞാൻ മേപ്പാടി ക്യാമ്പിൽ പോയപ്പോൾ ആ വിഷയമാണ് അവർ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉറപ്പ് നൽകി, അവിടുത്തെ ഡയറക്ടറും ക്യാമ്പ് ഡയറക്ടറൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ ആളുകൾ തിരിച്ചു വരികയാണ്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഒരു കാരണവശാലും ക്യാമ്പിൽ വന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു ആനുകൂല്യം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ആ എഫക്റ്റഡ് ഏരിയയിൽ താമസിച്ചിരുന്നോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതാണ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ഒരു ചെറിയ വിഷയമായിരിക്കും ഇതല്ല. ആളുകൾക്ക് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പുതിയ ഡ്രസ്സ് കൊടുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ കലക്കാനുള്ള സൗകര്യമില്ല, എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ലോണ്ടറി സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവിടെ അലക്കി, സ്കൂളിൽ തന്നെ അലക്കി പിന്നെ തുണി ഉണങ്ങാനൊക്കെ ഇടാനുള്ള പ്രയാസങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ഒരാളെ ഏൽപ്പിച്ച് കഴിയുക. ഇങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർ പറയുന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും, ചെറിയ കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികൾ, പാമ്പേഴ്സ് വേണം, വേണ്ടത്ര ഉണ്ടോ, അതിലെന്തെങ്കിലും കുറവുണ്ടോ, അതാണ് ഒരാൾ പറയുന്നത്. അപ്പോൾ അതിന് കുറവൊന്നുമില്ല അവിടെ. അപ്പോൾ പിന്നെ പോയി നോക്കിയപ്പോൾ കുറവിൻ്റെ പ്രശ്നമല്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ അത് ഉന്നയിച്ചു. ഞാൻ അദ്ദേഹം വേറൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഉന്നയിച്ചു, ആ ക്യാമ്പിൽ നേരിട്ട് അദ്ദേഹം പറഞ്ഞതല്ലേ വിചാരിച്ചോട് പോയി നോക്കുമ്പോൾ പാമ്പേഴ്സിൻ്റെ കുറവല്ല. പാമ്പേഴ്സ് വീട്ടിലാണെങ്കിൽ സ്ഥിരമായിട്ട് ഇടൂലല്ലോ,
വല്ലപ്പോഴൊക്കെയല്ലേ ഇടൂ. ഇത് 24 മണിക്കൂർ ഇടുകയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് ചില പ്രയാസങ്ങൾ, അപ്പോൾ പിന്നെ ചൊറിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ വരിക, പിന്നെ തുടയുടെ ചെറിയ കുഞ്ഞു മക്കളല്ലേ, തുടയുടെ ഇരുവശത്തും ചൊറിഞ്ഞ് പിന്നെ പൊന്തുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യം അപ്പോൾ ഡോക്ടർമാരെ വിളിച്ച് പറയുക. ഇങ്ങനെ എല്ലാ കാര്യത്തിലും സൂക്ഷ്മതല പരിശോധന നടത്തിക്കൊണ്ടാണ് ക്യാമ്പുകൾ മുന്നോട്ട് പോകുന്നത്. അതോടെ തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് പഴുതടച്ച ഒരു നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ഒറ്റപ്പെട്ടു പോവില്ല. ഞാൻ നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു, അതാണല്ലോ മന്ത്രി ക്ലിയർ ചെയ്തത്. അതായത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ പാടി താമസിക്കുന്നുണ്ട്, അയാൾ തോട്ടം തൊഴിലാളിയല്ല. തോട്ടം തൊഴിലാളിയുടെ ഒരു ബന്ധു എന്ന നിലക്ക് അയാൾ അവിടെ താമസം സൗകര്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെറിയ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ രേഖകളിൽ അദ്ദേഹം ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കുന്ന രീതിയിലുള്ള ഒരു പരിശോധന കൂടി, കേവലം വീട്ടിൽ മാറ്റിപ്പാർപ്പിക്കൽ മാത്രമല്ല പുനരധിവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു ഭാവി ജീവിതം ഉണ്ടാവണം, അവർക്ക് തൊഴിലുണ്ടാവണം. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്നലെ കുറേ സ്ഥലത്ത് പോയപ്പോൾ അവരുടെ തൊഴിലുപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് തിരിച്ചു കിട്ടുക? അതൊക്കെ ഉൾപ്പെടെയുള്ള അതിനൊരു ടീം ഇപ്പോൾ വയനാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം പിന്നെ ഒരു ടീം വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എന്ത് സ്കില്ലാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, അതിനു വേണ്ടി പരിശീലനം വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാം, നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് അവർ ഓരോരുത്തരെയും കണ്ട് ഓരോ ആൾക്കാരെയും കണ്ട് അത്തരം കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുനരധിവാസം എന്ന് പറയുന്നത് പകരം ഒരു വീട് കൊടുക്കുക എന്നതിലപ്പുറത്ത് ഒരു പുതിയ ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടി കഴിയണം, ഭാവി ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി കഴിയണം. നേരത്തെ പറഞ്ഞല്ലോ, 21 ആൾക്കാർ ഒറ്റപ്പെട്ടു പോയി, കുട്ടികൾ ഉൾപ്പെടെയുള്ള. അപ്പോൾ അവർക്ക് താമസിക്കുന്നതോടൊപ്പം തന്നെ ഒരു സഹായിയെ കൊടുക്കുക. ഇങ്ങനെ വളരെ വിപുലമായും ജനാധിപത്യപരമായും പിന്നെ ഏറ്റവും സുതാര്യവുമായും ഏറ്റവും ശാസ്ത്രീയ വീക്ഷണത്തോടു കൂടിയും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് നല്ലപോലെ മുൻകൈ എടുക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമുക്കെല്ലാവർക്കും വളരെ പ്രധാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കേന്ദ്രം അനുകൂലമായ രീതിയിൽ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് പണം തരുന്നതിനപ്പുറത്ത് സ്പെഷ്യൽ പാക്കേജ്, പണം തരിക എന്നല്ല, ഒരു സ്പെഷ്യൽ പാക്കേജ് കിട്ടുമ്പോഴാണ് ഒട്ടേറെ നൂലാമാലകൾ ഒഴിഞ്ഞു കിട്ടുക. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ റോഡ് ഉണ്ടാക്കുക വിചാരിക്കുക, അത് പ്രധാനമന്ത്രിയുടെ സഡക് യോജന പദ്ധതിയാണെങ്കിൽ അതിൻ്റെ നൂലാമാലകളിലൊക്കെ അത് ചെന്നുപെടും. അതല്ലാതെ സ്പെഷ്യൽ പാക്കേജാണ്. അതിനെല്ലാം ഒഴിവാക്കി റോഡ് നിർമ്മാണത്തിനും വീട് നിർമ്മാണത്തിനും പുനരധിവാസത്തിനും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ള സ്പെഷ്യൽ പാക്കേജ് എന്നതിലേക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രവും കൂടി അയക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കേരളം ഉറ്റുനോക്കുന്നതാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ സമഗ്രമായ ശ്രീ ശശീന്ദ്രൻ താങ്കൾ പറഞ്ഞില്ല, അങ്ങനെ ചെയ്താൽ മാത്രമേ പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനം അർത്ഥവത്താകൂ. അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പങ്കുവച്ചത് അവിടെയുണ്ടായ മഹാദുരന്തത്തെ, വലിയ ദുരന്തത്തെ അതേ അളവിൽ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ്. അപ്പോൾ ആ നിലയിലുള്ള നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കുക കൂടിയാണ്, നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. ശ്രീ ജയചന്ദ്രൻ, 2 ആഴ്ച സമയമാണ്. ഇപ്പോൾ മന്ത്രി അല്പം മുമ്പ് പറഞ്ഞു 587 കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. നമ്മളെല്ലാവരും വല്ലാതെ വേദനിച്ചു പോകുന്ന അതിലൊരു കാര്യം, ഇതിൽ ഈ കുടുംബങ്ങളിൽ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ 21 ആളുകളാണ് ആ ക്യാമ്പിലുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി തെരച്ചിൽ സമഗ്രമായി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് താൽക്കാലിക പുനരധിവാസത്തിലേക്കും ഒരു സ്ഥിരമായ പുനരധിവാസത്തിലേക്കും ഒക്കെ ഏറ്റവും സമഗ്രവും ശാസ്ത്രീയവുമായി പോകും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ നടപടികളിൽ മുന്നോട്ട് പോകുന്നു. മന്ത്രി പറഞ്ഞു ഒരു ഭയവും ആർക്കും വേണ്ട. ഇപ്പോൾ ക്യാമ്പിൽ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടും ക്യാമ്പാണ് മാനദണ്ഡം എന്നെടുക്കേണ്ട. ബന്ധുക്കളുടെ വീടുകളിൽ പോയി കഴിഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ക്യാമ്പിൽ നിന്ന് ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോയവരുണ്ട്. അവരൊക്കെയും ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകും എന്ന് മന്ത്രി പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം ആശങ്കകൾ ആളുകളിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഓരോ പ്രശ്നത്തെയും വളരെ ശരിയാം വിധം സൂക്ഷ്മമായി വിലയിരുത്തി ഇടപെട്ടാണോ ഇപ്പോൾ ഇതുവരെ കാര്യങ്ങൾ പോകുന്നത്? താങ്കളുടെ ഒരു വിലയിരുത്തലിൽ. നിശ്ചയമായും ശരത്ത്, റവന്യൂ മന്ത്രി ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ അത്യന്തം സംയോജിതമാണ്. കാരണം ഇപ്പോൾ ഈ വയനാട് ദുരന്തം കഴിഞ്ഞ് ഏറ്റവും സൂക്ഷ്മതലത്തിൽ തന്നെ അതിന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി അതിനുശേഷം ബാക്കി അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട സമയമായി കഴിഞ്ഞു.
ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക്, ഈ ദുരിതബാധിതർക്കും പിന്നെ പൊതുസമൂഹത്തിനാകെ തന്നെയും ഉള്ള ചില ആശങ്കകൾക്ക് കൃത്യമായ മറുപടിയാണ് മന്ത്രി ഈ ചർച്ചയിലൂടെ പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ പിന്നെ ക്യാമ്പുകൾ പിരിയേണ്ടതുണ്ട്, ആശുപത്രിയിൽ നിന്നുള്ള ആൾക്കാർ മാറേണ്ടതുണ്ട്, അവർക്ക് താൽക്കാലിക പുനരധിവാസമാണ് ഒരുക്കേണ്ടത്. 357 വീടുകൾ പൂർണ്ണമായും 120 വീടുകൾ ഭാഗികമായും തകർന്നു. അതിനെ സംബന്ധിച്ച് മന്ത്രി പറഞ്ഞല്ലോ, അതെല്ലാം ഇനി എങ്ങനെയാണ് പുനഃസ്ഥാപിക്കുക, ഈ അടുത്ത ഈ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം പാക്കേജസ് അതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ആ ഉണ്ടാവാനിടയുള്ള പ്രശ്നങ്ങൾക്കും ഇപ്പോൾ മുൻ MLA ശ്രീ ശശിയേട്ടൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി തന്നെ റവന്യൂ മന്ത്രി മറുപടി പറഞ്ഞതോടുകൂടി ഒരാശങ്കയും ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ ഉടനടി ഈ മാസം തന്നെ നടപ്പാക്കുമെന്നും ഈ താൽക്കാലിക പുനരധിവാസം ഈ മാസം അവസാനത്തോടുകൂടി തന്നെ നടപ്പിലാകും എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കുക തന്നെ വേണം. കാരണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആദ്യത്തെ ചർച്ചയുടെ തുടക്കത്തിൽ പിന്നെ മന്ത്രി ശ്രീ VN വാസവൻ അഭിപ്രായപ്പെട്ടത് ഈ കേരള ബാങ്കിൻ്റെ കാര്യത്തിൽ എഴുതിത്തള്ളാൻ തീരുമാനിച്ചു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗം തന്നെയാണത്. എങ്ങനെയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അഡ്രസ്സ് ചെയ്ത് ഇനി മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിന് ശക്തമായ ഒരു ദിശാബോധമുള്ള കാഴ്ചപ്പാടാണ് പിന്നെ കേരള ബാങ്ക് ഇക്കാര്യത്തിൽ മുമ്പോട്ട് വെച്ചത് എന്ന് പിന്നെ വാസവൻ മിനിസ്റ്റർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അതിനോട് ചേർന്ന് നിന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പക്ഷേ ഇനി വരാനുള്ളത് അടുത്ത ഘട്ടം കഴിയുമ്പോൾ, ഇപ്പോൾ ഈ മാസം തന്നെ ആ പുനരധിവാസ പാക്കേജ് അതിൻ്റെ ആദ്യഘട്ടം, ഹ്രസ്വമായ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ പിന്നീട് വരുന്നത് ദീർഘകാലത്തേക്കുള്ള പുനരധിവാസ പാക്കേജ് എങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് മറ്റേ മുണ്ടക്കയിലെ സ്കൂള്, വെള്ളാർമലയിലെ സ്കൂള്, ഈ 2 സ്കൂളുകളും മാറ്റണം. അതിപ്പോൾ വെള്ളാർമലയിലെ സ്കൂൾ മാറ്റുന്ന കാര്യം ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റേ അടുത്ത സ്കൂളും മാറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ അത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് പല വിദഗ്ധരും ഈ മേഖലയിലെ വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണെങ്കിലും ഞാനതൊന്നുകൂടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വീട്ടുകാരെ ഇപ്പോൾ പിന്നെ അവിടെ വീട് നഷ്ടപ്പെട്ടവരെ എല്ലാവരെയും താൽക്കാലിക പുനരധിവാസം കഴിഞ്ഞതിന് ശേഷം ദീർഘകാലത്തേക്ക് പുനരധിവാസം നടത്തുമ്പോൾ ഇവരെ എല്ലാം ഒരുമിച്ച് താമസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ. അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പൂർണ്ണമായ ഒരു രൂപരേഖ, ഒരു സമഗ്രമായ രൂപരേഖ ആയിട്ടില്ലെങ്കിലും ഒറ്റയടിക്ക് ഇത്രയും കുടുംബങ്ങളെ ഒന്നിച്ച് താമസിപ്പിക്കാനുള്ള പ്രായോഗികമല്ല എന്നുള്ള ഒരു സമീപനം ഗവൺമെൻറ്റിനും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ അവരെ താമസിപ്പിക്കേണ്ടി വരും. ദീർഘകാല പദ്ധതി എന്നുള്ള നിലയ്ക്ക്, സ്ഥിരം പുനരധിവാസം എന്നുള്ള നിലയ്ക്ക്, പുനരധിവാസം മാത്രമല്ലല്ലോ, അവരുടെ ജീവനോപാധികൾ ഉൾപ്പെടെ തിരിച്ചു പിടിക്കണം, അവർക്ക് വരുമാനം ഉണ്ടാവണം, അതിൽ നിന്ന് വരുമാനത്തിനുള്ള തൊഴിൽ വേണം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നിച്ച് ഇവരെ ഒരു കോളനിയായിട്ട് താമസിപ്പിക്കാൻ, കോളനി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഇരിക്കെ തന്നെ ഞാൻ പെട്ടെന്നൊരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരുമിച്ച് താമസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണം, ആ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും അത്തരം പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ് വളരെ സമഗ്രമായും സജീവമായും ഇടപെടുകയും നിർവഹിക്കുകയും ചെയ്യുമെന്ന് എല്ലാവർക്കും ഉറപ്പുമുണ്ട് കേട്ടോ. റൈറ്റ്. അതാണ് ശ്രീ ജയചന്ദ്രൻ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ടൗൺഷിപ്പ് പോലെ. ഇപ്പോൾ നമുക്കറിയാം നേരത്തെ പുത്തുമലയിലൊക്കെ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആളുകൾ, ഇപ്പോൾ ഈ കാലത്തൊക്കെ നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ട്, ഇപ്പോൾ ഭയമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയുന്നു എന്ന് പറയുന്ന നിലയിലേക്കുള്ള എല്ലാവരുടെയും സഹായങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് സർക്കാർ തന്നെ മേൽനോട്ടത്തിൽ വഹിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അതിനുമൊക്കെ അപ്പുറം ഒരു വലിയ ദുരന്തത്തെ ലോകോത്തര നിലവാരമുള്ള ടൗൺഷിപ്പ് സംവിധാനം ഉണ്ടാക്കി ഏറ്റവും മികച്ച നിലയിൽ ആശ്വാസകരമായി ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന നിലയിലാണ് സർക്കാരും ഈ നാടും ഇപ്പോൾ പൊതുവിൽ നിൽക്കുന്നത്. അതുതന്നെയാണ് എല്ലാവരുടെയും വലിയ ഒരു ആശ്വാസം. അതുതന്നെയാണ് അങ്ങനെയൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന നിലയിൽ കേരളത്തിന് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പകച്ചു നിൽക്കുകയല്ല, വലിയ പ്രതിസന്ധിയെ
നേരിട്ട് അതിനെ അതിജീവിക്കാൻ ആ ദുരന്തബാധിതരെ പ്രാപ്തമാക്കുന്ന ഒരു നാടായി നമ്മൾ നിൽക്കുന്നത് അവിടെയാണ്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഇപ്പോൾ വ്യക്തികളാകാം, സംഘടനകളാകാം, ചില സ്ഥാപനങ്ങളാകാം, ഇവരെല്ലാം പലവിധ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആലോചനകളിലേക്ക് പങ്കാളികളാകാൻ ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഈ പുനരധിവാസം എന്നുള്ളത് ആ പല ആശങ്കകൾ ഇവരെല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, ഞങ്ങൾക്ക് ഇനി പോകാനൊരിടമില്ല, ഞങ്ങൾക്ക് ഭൂമിയില്ല, ഇരിക്കാനൊരിടമില്ല, ചുറ്റുപാടില്ല, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി എന്ന് പറയുന്ന നിലയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഇതൊക്കെ ഉള്ളപ്പോഴും സർക്കാരിൻ്റെ സംരക്ഷണയിൽ, സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഒരു പൊതു സംവിധാനം, മുഖ്യമന്ത്രി അത് വളരെ വ്യക്തമായി മുൻപ് സൂചിപ്പിച്ചിട്ടുമുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന സഹായങ്ങളെ ആകെ ഏകോപിപ്പിച്ച് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഒരു ശക്തമായ സമഗ്രമായ പുനരധിവാസം എന്നതല്ലേ നടപ്പാവേണ്ടത്? അതിലേക്ക് തന്നെയാണോ സർക്കാർ കാര്യമായി അതിനാണോ സർക്കാർ കാര്യമായ ഒരു ഊന്നൽ നൽകുന്നതും? അതെ, സർക്കാരിൻ്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഉൾക്കൊണ്ട് ഏറ്റവും ജനാധിപത്യപരമായും സുതാര്യവുമായിട്ടുള്ള ഒരു പുനരധിവാസം തന്നെയാണ് നമുക്ക് നടപ്പിലാക്കേണ്ടത്. ഞാൻ പുത്തുമലയുടെ ഒരു അനുഭവം പറയാം. പുത്തുമലയിൽ 105 കുടുംബങ്ങളെയാണ് പുതുതായിട്ട് വീട് നിർമ്മിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്ത രീതി ഞങ്ങൾ എങ്ങനെയായിരുന്നു വെച്ചാൽ, അന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ, അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മഹൽ കമ്മിറ്റിയുടെ പ്രതിനിധി, അമ്പല കമ്മിറ്റിയുടെ പ്രതിനിധി, അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്ന് ആർക്കും ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ 105 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണമെന്ന്. അതിന് സന്നദ്ധമായ ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി. അത് 52 പേരായിരുന്നു. ബാക്കിയുള്ളവർ പറഞ്ഞു ഞങ്ങൾ വേറെ ഒരു സ്ഥലം കണ്ടെത്തിക്കൊള്ളാം, ഞങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് 10 ലക്ഷം രൂപ അന്നത്തെ ഗവൺമെൻറ് കൊടുത്തു. 6 ലക്ഷം രൂപ ഭൂമി മേടിക്കാനും 4 ലക്ഷം രൂപ വീടുണ്ടാക്കാനും. അതായിരുന്നു അന്നത്തെ പാക്കേജ്. പക്ഷേ 4 ലക്ഷത്തിന് വീടുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ 4 ലക്ഷത്തോടൊപ്പം തന്നെ കളക്ട്രേറ്റിൽ യോഗം വിളിച്ച് ചേർത്ത് വീട് നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ നിരവധി ആൾക്കാർ. ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ അന്നും പറഞ്ഞു. അവരെല്ലാം കൂട്ടി യോജിപ്പിച്ച് സർക്കാരിൻ്റെ 4 ലക്ഷമുണ്ട്, നിങ്ങളും കൂടി ചേരുക. അങ്ങനെ വന്നാൽ ഒരു 8 ലക്ഷം, 9 ലക്ഷം, 10 ലക്ഷത്തിന് ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നത്. അതിൽ നിന്നുള്ള അനുഭവങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞതുപോലെ ലോകോത്തരമായി ഒരാളെയും നിർബന്ധിക്കേണ്ട, നിങ്ങൾ ഇവിടെ താമസിക്കാവുന്ന നിർബന്ധിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ് അവസാനമായ നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തേടി, ഇവിടെയുള്ള ആൾക്കാരുടെയും കൂടി അഭിപ്രായങ്ങൾ തേടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾക്ക് പറയുകയാണ്, ഞങ്ങൾ 2 അഭിപ്രായങ്ങൾ അവിടുത്തെ ക്യാമ്പിലെ ആൾക്കാർക്കിടയിലുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് എന്തായിരുന്നു, ഞങ്ങൾക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം, ഞങ്ങളുടെ നാടാണത്. വേറെ ചില ആൾക്കാർ പറയുന്നത് എന്താണ്, ഇനി അങ്ങോട്ടേക്കില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു വീട്ടിൽ 4 പേര്, ജഗദീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, അദ്ദേഹം മരിച്ചു, മൂത്ത മകനും മരിച്ചു. ഇളയ മകൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു, അവൻ തിരിച്ചു വന്നു. അവിടെ പോയി നോക്കി, ഇനി അവിടെ എങ്ങനെ അവൻ ജീവിക്കും? അപ്പോൾ അവന് തോന്നുകയാണ് ഞാൻ വേറെ സ്ഥലത്താണ്. എങ്ങനെയാണോ ചിന്തിക്കുന്നത് അറിയില്ല, അല്ലെങ്കിൽ അവൻ്റെയും കൂടി അഭിപ്രായം നമ്മൾ വളരെ വലുതാണ്. ഇങ്ങനെ സമഗ്രമായ അഭിപ്രായങ്ങളെല്ലാം പരിശോധിച്ച് അവരുടെ ഭാവി ജീവിതം, തൊഴിൽ, അവരുടെ മറ്റ് സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ജീവിതം പടുത്തുയർത്താൻ വേണ്ടി കഴിയുക ഭാവിയിൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുനരധിവാസത്തിൻ്റെ ഒരു സവിശേഷത ഉണ്ടാവേണ്ടത് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ വേണ്ടി കഴിയും. എപ്പോഴും ദുരന്തങ്ങൾ എങ്ങനെ അതിജീവിക്കാൻ കഴിയാവുന്ന പശ്ചാത്തലം എന്താണ് ഉണ്ടാകേണ്ടത്, അതിനുള്ള മാതൃകകൾ എങ്ങനെയാണ്, കെട്ടിട നിർമ്മാണത്തിൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾക്ക് കൂടി ഉൾപ്പെടുത്താൻ കഴിയുമോ? ഒറ്റയടിക്കോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ശീലിച്ചു വരുന്ന ഒരു രീതി വളരെ പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമല്ലെങ്കിലും അതുൾപ്പെടെ പരിശോധനയ്ക്കോ ചർച്ചയ്ക്കോ വിധേയമാക്കാൻ വേണ്ടി കഴിയണം. നടപ്പിലാക്കുന്നതൊക്കെ വളരെ സമയമെടുത്ത് നടപ്പിലാക്കുന്ന, ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല. അത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ ഭാവി ജീവിതവും കൂടി കണ്ട് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി കഴിയണം. ഈ ഭൂമി സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും തലമുറയ്ക്ക് കൈമാറേണ്ടതാണ് ഈ ഭൂമി, നമുക്ക് മാത്രമുള്ളതല്ലല്ലോ. ആ അർത്ഥത്തിലേക്കുള്ള വിശാലമായ ശാസ്ത്രവീക്ഷണത്തോടുകൂടി പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്ന രീതിയിലേക്കുള്ള, അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഭാവിയിൽ ജീവിക്കണം, നല്ലപോലെ ജീവിക്കണം, അവരുടെ ഈ നൊമ്പരങ്ങളിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കണം, എന്നിട്ടൊരു പുതിയ ജീവിതം അവർക്ക് നൽകാൻ വേണ്ടി കഴിയണം, ആത്മവിശ്വാസം വരാൻ കഴിയണം. ആ അർത്ഥത്തിലേക്കുള്ള ഒരു പുനരധിവാസ പദ്ധതിക്ക് അതാണ് ലോകോത്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും പറയേണ്ടതാണ്.
തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇക്കാര്യങ്ങളാകെയും ഏകോപിപ്പിക്കുമ്പോൾ തന്നെ അവിടെ മന്ത്രിസഭാ ഉപസമിതി നിൽക്കുന്നുണ്ട്, ഏകോപിപ്പിക്കുന്നുണ്ട്. റവന്യൂ മന്ത്രി ശ്രീ രാജനുണ്ട്, വയനാട്ടിൽ നിന്ന് തന്നെയുള്ള മന്ത്രി ശ്രീ OR കേളു ഉണ്ട്, അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് റിയാസ് ഉണ്ട്, ശ്രീ A K ശശീന്ദ്രനുണ്ട്. ഈ മന്ത്രിമാരെല്ലാം അവിടെ ആ നിലയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു. ഉദ്യോഗസ്ഥരുമെല്ലാം അങ്ങനെ ആ നിലയിൽ തന്നെ വളരെ മികച്ച നിലയിൽ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നു. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, വളരെ ചുരുക്കം വാക്കുകൾ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. അതായത് ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നതിൽ രാജ്യത്തിനാകെ മാതൃകയാക്കാൻ കഴിയുന്നൊരു ടെക്സ്റ്റ് ബുക്ക് കോപ്പിയായി കേരളം മാറുകയാണോ? നമ്മളതിപ്പോൾ നിപ്പ നോക്കിയാലും ഓക്കി നോക്കിയാലും പ്രളയത്തെ അതിജീവിച്ച കാലമെടുത്താലും കോവിഡിൻ്റെ കാലമെടുത്താലും പിന്നീട് വന്ന ഉരുൾപൊട്ടലുകൾ, അതിതീവ്ര മഴയുടെ ദുരന്തസമാനമായ പ്രളയസമാനമായ സാഹചര്യം എടുത്താലും എന്താ ഇപ്പോൾ വയനാട് എടുത്താലും, അപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ രാജ്യത്തിന് മുമ്പിലൊരു മാതൃകയായി കേരളം മാറിത്തീർന്നിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ, പ്രത്യേകിച്ച് 2016 മുതലുള്ള ആ ഒരു ചരിത്രം എടുത്താൽ കേരളം കാണിച്ചു തന്ന ക്രൈസിസ് മാനേജ്മെൻറ്റ് അങ്ങനെ തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എത്ര വലിയ പ്രതിസന്ധിയിലും ഒട്ടും തളരാതെയും പകച്ചു നിൽക്കാതെയും ഏറ്റവും സൂക്ഷ്മതല സ്പർശിയായി വിഷയങ്ങളെ സമീപിച്ച് സമഗ്ര പരിഷ്കരണം ഉറപ്പാക്കുന്ന നടപടികളാണ് ഇതുവരെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ വയനാട് ദുരന്തം, നമ്മുടെ ഉദാഹരണം തേടി പോകേണ്ടതില്ല, വയനാട് ദുരന്തത്തിലടക്കം ഇത്രയും ദിവസങ്ങളിലെ കഠിനാധ്വാനം ഗവൺമെൻറ്, മന്ത്രിമാരുടെ ഉപസമിതി ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരാൾക്കും പരാതിയില്ലാതെ എല്ലാവരുടെ അംഗീകാരത്തോടുകൂടി തന്നെയാണ് അത്തരം നടപടികളെല്ലാം ചെയ്യുന്നത്. ആ നടപടി ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് പറയുക സ്ഥലത്തെ, എൻ്റെ ഒരു സുഹൃത്ത് കൽക്കത്തയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന് ഒരാഗ്രഹം, ഒരു വീട് വെച്ച് കൊടുക്കണം. അതിന് മുഴുവൻ തുകയും മുടക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിനുള്ള ആ വീട് വെച്ച് കൊടുക്കുന്ന ഈ സുഹൃത്തിനായിരിക്കണം എന്നത് അതിന് നിർബന്ധമുണ്ട്. പക്ഷേ അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ തൽക്കാലം അതിന് വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിലവിൽ CMDRF-ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുമതിയുള്ളൂ. നാളെ അത് മാറ്റിയേക്കാം. കാര്യം ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളിലും അത്തരം തുറന്നൊരു സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഒരാൾക്ക് ധനസഹായം ചെയ്യാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഗവൺമെൻറ്റിതായിട്ടുള്ള ഒരു നൂലാമാല ഉണ്ടല്ലോ, ചുവപ്പ് നാടകമുണ്ട്, അതങ്ങനെ അല്ലാതായും പോകരുത്, ചെയ്തു കൊടുക്കാൻ കഴിയണം. ആ സമീപനമാണ് ഗവൺമെൻറ് എപ്പോഴും കാണിച്ചിട്ടുള്ളത്. പുത്തുമലയിൽ അത് തന്നെയാണ് ചെയ്തത്. പിന്നെ അതടക്കമുള്ള എല്ലാം നമ്മളുടെ മുമ്പിലുണ്ട്. ദുരന്തമുഖത്തെല്ലാം അത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെയും അത് തന്നെ തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ, അത് ഭരണപക്ഷത്തിനും മാത്രമല്ല പൊതുസമൂഹത്തിനാകെ, പ്രതിപക്ഷത്തിനുൾപ്പെടെ എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു ഉറപ്പ് തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാത്രി പുലർന്ന് നേരം വെളുത്തു വരുമ്പോഴേക്കും ഈ ദുരന്തം അത് 2 ആഴ്ച പിന്നിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി ഇപ്പോൾ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ പുനരധിവാസം അതിൻ്റെ സമഗ്രതയിൽ നടപ്പാക്കാനുള്ള വ്യക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. ആ നിലയിൽ കേരളം നിൽക്കുന്നൊരു അന്തരീക്ഷം, ഈ സംസ്ഥാന സർക്കാർ അതിന് വളരെ ശക്തമായൊരു നേതൃപരമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ആ നിലയിൽ നിന്നുകൊണ്ടാണ് വയനാടിനെ വീണ്ടെടുക്കാനുള്ള വലിയ പരിശ്രമത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശ്രീ VN വാസവൻ, സഹകരണ മന്ത്രി, അതുപോലെ റവന്യൂ മന്ത്രി ശ്രീ രാജൻ, അതുപോലെ തന്നെ മുൻ MLA ശ്രീ CK ശശീന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജയചന്ദ്രൻ എന്നിവരെല്ലാം സംസാരിച്ചത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.